ഓക്കെ, താങ്ക് യു റെജിമൻ സർ, JRCM സാറ്. ഇന്ന് ഈ ഈ പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കാൻ ഇരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു വിഷയില് ഏക്കില്ലായിരുന്നു. ഇന്നലെ പ്രദീപ് സാറിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ എടുക്കാം, ഈ ഒരു പ്രോഡക്റ്റ് തന്നെ പെട്ടെന്ന് സാറും സജസ്റ്റ് ചെയ്തു, എന്നാ പിന്നെ ഇത് എടുത്തേക്കാം എന്ന് തന്നെ വിചാരിച്ചു. റെജിമോൻ സാർ അതാണ് പ്ലാൻ ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഒരു സിങ്കിങ്, എന്താ പറയുക, നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ടീം വർക്ക് RCMൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടീമിനോടൊപ്പം ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരായിക്കോട്ടെ, സെയിം കാര്യങ്ങളാണ്, സെയിം ചിന്തകളാണ് മനസ്സിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടീമിന്റെ പവർ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് സാർ അതിൻ്റെ മുന്നേ ഇട്ട ആ ഒരു മോട്ടിവേഷണൽ വീഡിയോ കറക്റ്റായിട്ട് സെയിം ഞാൻ പറയുന്ന കാര്യവുമായിട്ട് സാമ്യമുള്ള ഒരു കാര്യം തന്നെ ആണ് അന്ന് സാർ ഇട്ടത്. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഈ ഒരു സിങ്കിങ്, ഈ ഒരു എന്താ പറയുന്നത്, നല്ലൊരു കോർഡിനേഷൻ നമ്മുടെ ടീമിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. ആ ഒരു കോർഡിനേഷന് നമ്മൾ മനസ്സുകൊണ്ട് പല കാര്യങ്ങൾ തീരുമാനിച്ച് സ്വീകരിച്ച് ഒന്നിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു പവർ നമ്മുടെ ടീമിൽ കാണാൻ സാധിക്കും. എന്ത് കാര്യവും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് അതിന് പവർ കൂടുക. എന്തായാലും ഇന്നത്തെ ഈ ഒരു അവസരത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് കീസോളിന്റെ ദിവസം അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്തത്. കീസോളിന്റെ ഡേ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും എന്താ പറയുന്നേ, TCG നന്ദിയോടെ ഓർക്കുന്നു. പ്രിയങ്ക മാം കാരണമാണ് ഒരു വിഷയം ഇന്ന് ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇനിയും അതിനൊക്കെ കാരണഭൂതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സഫീർ മൂർത്തി സാറും അഖില മേഡവും. അവരുടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടും ഇതിലേക്ക് വരാൻ സാധിച്ചതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും ലീഡേഴ്സിനെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്തിന്റെ ലീഡറായിട്ടുള്ള ബാബു സാറും ജെമിനി മേഡവും ജോസ് സാറ്, അലൻ സാറ്, ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് റെജിമോൻ സാറ്, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സ്റ്റാർ അച്ചീവേഴ്സ് ആയിട്ടുള്ള ഷാജി അഗസ്റ്റിൻ സാറ്, സിമി മാഡം, എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം മാണി സാറുണ്ട്, പിന്നെ അതുപോലെ കുറേയധികം ലീഡേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് മധു സന്യം രസ്, ഇത് ഒരു സാധാരണ ജ്യൂസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട് ഇനി ഒരു ഏകദേശം 3 മാസം കഴിയുമ്പോഴേക്കും ആൾക്കാർ ഇതിന്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വന്നു തുടങ്ങും. ഇത് ലോഞ്ച് ചെയ്തിട്ട് അധികം ആകാത്തത് കൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ റിസൾട്ടുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുണ്ടാകും. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു സെഷൻ ഇന്ന് എടുത്തതല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്താ പറയുക, ഈ ഒരു മധുസന്യം രസം എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ജ്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ജ്യൂസ് പോലെ ഒരു ജ്യൂസ് ആണെന്ന് കരുതരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ ചേരുവകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് RCM നന്നായിട്ടൊരു റിസർച്ച് വർക്ക് നടത്തി ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഏത് തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇത് കൂടുതൽ പഠനം നടത്തി വരുമ്പോഴേക്കും ഇതിന്റെ വിശദമായിട്ടുള്ള സെഷനുകൾ, ഇതിന്റെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ ആ ഒരു തലത്തിലാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ മനസ്സിലാക്കി RCMന്റെ ഓരോ പ്രോഡക്റ്റും പഠിച്ച് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വെച്ച് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ പ്രോഡക്റ്റ് വരുമ്പോഴും അതിൻ്റെ ഒരു ആകാംക്ഷയാണ്, എങ്ങനെയാണിത് നമുക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ളത്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് തൃക്കര എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. തൃക്കരയുടെയാണ് മധു സന്യം രസ്. ഇനി ഇത് എന്തൊക്കെയാണ്, ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ഫോമിൽ പറഞ്ഞു തരാം. അപ്പോ ഓക്കെ, അപ്പം മധു സന്യം രസ് ഇത് ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഒരു ജ്യൂസ് അല്ല. ഇത് പ്രകൃതിയിൽ നിന്നും ചില പ്രകൃതിദത്തമായ ചേരുവകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു ജ്യൂസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യുന്നു. ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഉടനെ ഇത് കുടിച്ചാൽ ഷുഗർ മരുന്ന് കഴിക്കണ്ടേ എന്നല്ല ചോദിക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഏത് സാധനമാണെങ്കിലും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് മധു സന്യം രസ് ഉപയോഗിച്ച് തുടങ്ങുമ്പം ചില പ്രോസസ്സുകൾ നടന്ന് പതിയെ നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിന്ദി വീഡിയോ മൂർത്തി സാർ എനിക്ക് ഇട്ട് തരികയുണ്ടായി. അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ, അതിനകത്ത് കുറേ ടെക്നിക്കൽ ടേംസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മാത്രം, അതായത് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമല്ല, ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നു. അപ്പോ ഫുൾ സ്ക്രീൻ അല്ലേ സാറേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു ഏറ്റവും സുരക്ഷിതമായിട്ട് ഷുഗർ മാനേജ്മെന്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗറിനെ മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ എന്നല്ല പറയുന്നത്, മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഷുഗർ നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ളിൽ എന്തൊക്കെയാണോ നമ്മുടെ ഷുഗർ കൂട്ടാൻ, ഷുഗർ എന്ന് പറയുമ്പം പഞ്ചസാര മാത്രമല്ല വരുന്നത്, ഷുഗർ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിന്റെ ഈ കാറ്റഗറി കാർബോഹൈഡ്രേറ്റ്, ഇതെല്ലാം ഷുഗർ ഡയബറ്റീസ് കൂട്ടുന്നതിന് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ പറയും പഞ്ചസാര ഷുഗർ ലെവൽ കൂട്ടുന്നു എന്ന്. പഞ്ചസാര മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയേക്കുന്ന ഏത് ഭക്ഷണം, ഗോതമ്പ്, ചോറ്, അരി, ഇതിനകത്തെല്ലാം, അരിയുടെ ഏത് ഫുഡ് ഐറ്റം കഴിച്ചാലും നമ്മുടെ ഷുഗർ കൂടും. ഗ്ലൂക്കോസ്, ഇത് മൂന്നും ഷുഗർ കാറ്റഗറിയിൽ തന്നെ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ മധു സന്യം രസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ഷുഗറിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യും, അത് കൺട്രോൾ ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട്, ഇത് എത്രമാത്രം റിസർച്ച് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇത് നിർമ്മിച്ചെന്നുള്ളത് എനിക്കും സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഹസ്ബൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു 1 ലിറ്ററിന്റെ ബോട്ടില് ഒരാൾക്ക് 1 മാസത്തേക്കാണ്. പിന്നെ ഇതിനകത്ത് എല്ലാ ഹെർബൽ കണ്ടന്റ്സ് ആണ്. അതിന്റെ ഹെർബൽ കണ്ടന്റ് ഞാനത് പറയാം അതിന്റെ അടുത്ത സ്ലൈഡ് വരുമ്പം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നതാണ്. ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും, കിഡ്നിയെ എഫക്റ്റ് ചെയ്യും. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഷുഗറിന്റെ ലെവല് കൂടി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഹാർട്ടിനെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, അപ്പം കരളിനെ ബാധിക്കും, ഹൃദയത്തെ ബാധിക്കും, ഈ പറയുന്ന എല്ലാ അവയവങ്ങളും, കിഡ്നിയെ കൂടെ എഫക്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ നിന്നും എല്ലാം ഒരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് പോലും മധു സന്യം രസ് വർക്ക് ചെയ്യും. പിന്നെ സുരക്ഷിതമാണ്, ഡൈജഷൻ, അതായത് ദഹനത്തെ നന്നാക്കുകയും ചെയ്യും. ഇതിനകത്ത് അടങ്ങിയേക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റ് എടുത്തു കഴിയുമ്പം ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളതായതുകൊണ്ട് ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ദഹനം എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നാര് അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ദഹനത്തിനെ അത് ബാധിക്കും. അപ്പം ദഹനത്തിനെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടിയിരിക്കണം.
അപ്പൊ ഫൈബർ കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനവും കൂടിയാണ് മധുസന്യം രസം. ഇനി ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കി പോകാം. ആദ്യത്തെ ജാമുൻ. ജാമുൻ എന്ന് പറയുന്നത് ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴം. ഇനി ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ അങ്ങ് കഴിച്ചാൽ എന്റെ ഷുഗർ കുറയോ എന്ന് ചില ആൾക്കാർ, എന്നാൽ ഞാവൽപ്പഴം കുറെ കഴിച്ചേക്കാം. അങ്ങനെയല്ല. ഇതിനകത്ത് മധുസന്യം രസം ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനകത്തെയും ആക്റ്റീവ് കമ്പോണന്റ്, അതിനകത്ത് ഏത് സാധനമാണ് ഷുഗറിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നത്, ആ ആക്റ്റീവ് കമ്പോണന്റിനെയാണ് അതിനകത്തുനിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഈ രസിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പൊ ഞാവൽപ്പഴം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടില് അതായത് നോർത്തിലായിരുന്ന സമയത്ത് ഒരു വലിയൊരു ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഞാവൽപ്പഴം ഉണ്ടാകും. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതിൽ അധികം ഒരുപാട് എക്സ്ട്രാ ഉണ്ടാകും. ചിലപ്പോൾ വന്ന് കുറച്ച് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോകും. പക്ഷെ കുറെ കിളികളൊക്കെ വന്ന് ഇത് കൊത്തി പറിച്ച് താഴെയിടും. നിലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെത്ത വിരിച്ച പോലെ കുറേ ഞാവൽപ്പഴം പകുതി കൊത്തിയത് കിടപ്പുണ്ട്. ആൾക്കാർ വന്ന് ഇത് തൂത്തുവാരി മെഡിസിൻ ഉണ്ടാക്കുന്നവർ ഇത് കോരി എടുത്തോണ്ട് പോയി ഇത് വാഷ് ചെയ്തിട്ട് ഈ കുരു മാത്രമായിട്ട് ഉണക്കി പൊടിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അത് ഡയബറ്റീസിന് നല്ലതാണെന്ന് പറയും. ഒരു കമർപ്പുണ്ട് അതിന്, ആ കുരുവിന് കടിച്ചു പൊട്ടിച്ച ഒരു കമർപ്പ് വരും. അപ്പൊ ഈ ഞാവൽപ്പഴമാണ് ഇതിനകത്ത്. ഇപ്പം ഇതിനകത്ത് ഈ ഞാവൽപ്പഴത്തിനകത്ത് വന്നേക്കുന്ന ഒരു ജംബോസിയൻ ആന്തോസയാനിൻ എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് ആക്റ്റീവ് കമ്പോണന്റ് ആയിട്ടുണ്ട്. അതിനെ ഐസൊലേറ്റ് ചെയ്താണ് ഇത് എടുത്തേക്കുന്നത്. ഇനി ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ തരത്തിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് ആ ഇൻഗ്രീഡിയന്റ് പേരൊന്ന് ആദ്യം പറഞ്ഞു പോകാം. ആദ്യം ഞാവൽപ്പഴമാണ്. രണ്ടാമത്തെയാണ് കരേല എന്ന് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പാവയ്ക്ക. പാവയ്ക്ക ജ്യൂസ് കുടിച്ചാൽ നല്ലതാണെന്ന് പറയാറുണ്ട് ഷുഗർ പേഷ്യൻസിന്. അത് സാധാരണ വെളുത്ത പാവയ്ക്ക അല്ല, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ആ പാവയ്ക്ക. അത് ചെറിയ സൈസിൽ കിട്ടും, ഒത്തിരി നീളമുള്ള ആ ഹൈബ്രിഡ് വെറൈറ്റി അല്ല. അപ്പോൾ അതാണ് പാവയ്ക്ക. സെക്കൻഡ് പാവയ്ക്കയാണ്. മേഥി, ഉലുവ ആണ്. ഉലുവയുടെ ഇല കിട്ടും. ഈ ഒരു സീസൺ ഉലുവ ഇല കിട്ടുന്ന സീസണാണ്. നമുക്ക് ഷുഗർ പേഷ്യൻസിന് ചപ്പാത്തിയുടെ മാവിന്റെ കൂട്ടത്തിലിട്ട് ഇലയിട്ട് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അലോവേറ എല്ലാവർക്കും അറിയാം, കറ്റാർ വാഴ. പിന്നെ അടുത്തതാണ് അംല എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, പടം കാണുമ്പോൾ നമുക്കറിയാം. നെല്ലിക്ക. പിന്നെ വിജയസാർ എന്ന് പറയുന്നത്, അത് ശരിക്കും മലയാളത്തിലും അതേ സെയിം പേരാണ്. അത് ഒരു മരത്തിന്റെ എന്താ പറയുന്നത്, ആ സ്റ്റെം പാർട്ടിൽ നിന്ന് എടുക്കുന്ന, നമ്മൾ കറുവാപ്പട്ടയൊക്കെ എടുക്കില്ല, അതുപോലെ അതിന്റെ ആ ഔട്ടർ ആയിട്ടുള്ള ആ തടിയെന്ന് എടുക്കുന്ന ചെറിയ ചെറിയ അടത്തിയെടുത്ത ബാർക്കിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. ആ തടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പാൻക്രിയാസിന്റെ കോശങ്ങളുടെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് വിജയസാറ്. പിന്നെ കുട്ക്കി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ കടുകരോഹിണി എന്ന് പറയുന്ന ഒരു ഹെർബാണ്. ഇത് അടിച്ചു കൊടുത്താൽ അത് മലയാളത്തിൽ നിങ്ങൾ അടിച്ച് കുട്ക്കി എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ കടുകരോഹിണി എന്നാണ് അതിന്റെ പേര്. പിന്നെ ഗിലോയ് എല്ലാവർക്കും അറിയാം, ചിറ്റമൃതാണ്. പിന്നെ അടുത്തതാണ് ഇതിനകത്ത് കൽമേഗ് എന്ന് പറയുന്നത് നിലവേപ്പ് അല്ലെങ്കിൽ നീലം കാഞ്ഞിരം എന്ന് പറയും. നീലം കാഞ്ഞിരം അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പറയുന്ന സാധനമാണ് കൽമേഘ്. ബേൽപത്ര കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൂവളമാണ്, കൂവളത്തിന്റെ ഇലയാണത്. ആ ഒരു ഇലയുടെ ആ സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം. തുളസി എല്ലാവർക്കും അറിയാം. ഗുർമാറ്, ചക്കരക്കൊല്ലി. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നോക്കി കഴിയുമ്പോൾ അറിയാം ഇത് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഷുഗർ രണ്ട് തരത്തിലുള്ള ഷുഗർ ഉണ്ട്. അത് ഡയബറ്റീസിന്റെ ഇപ്പൊ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസും കൂടെ വരും. ഇപ്പൊ ഇതിനകത്ത് അടങ്ങിയേക്കുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാവൽപ്പഴത്തിനകത്തുള്ള ഇത് ചെയ്യുന്ന കാര്യം, നമ്മൾ ഭക്ഷണം ചോറായിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഏത് സാധനം നമ്മൾ വായിലേക്ക് ഇട്ട് കഴിയുമ്പം നമ്മുടെ ഉമിനീര് വന്ന് അതിനെ നമ്മൾ ഉമിനീര് വായിലേക്ക് വരും അല്ലെ. ഭക്ഷണം കണ്ടാൽ ഉടനെ ഉമിനീര് വായി വരും. അത് ശരീരത്തിന്റെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഇത് ചവച്ച് ഇതിനകത്ത് അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അതായത് അവിടെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ
ബ്രേക്ക് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങും. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നത് ഇതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർപ്ഷൻ നടക്കണ്ട. പെട്ടെന്ന് അബ്സോർപ്ഷൻ നടത്തുന്ന നമ്മുടെ ശരീരത്തിലേക്ക് അത് ആഗീരണം ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ പെട്ടെന്ന് അങ്ങ് കൂടും. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് വായിലേക്ക് ഇട്ട് ചവയ്ക്കുമ്പോൾ തന്നെ അവിടുന്ന് ആ അമൈലേസിനെ ഒന്ന് കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യില്ല, സാധാരണ അത് ആഗീരണം ചെയ്യേണ്ട ആ സ്പീഡിനെ ഒന്ന് കുറയ്ക്കും. അപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന ഗ്ലൂക്കോസ് ഷുഗറിലേക്ക് എത്തില്ല. നമ്മൾ ചോറ് വായിലിട്ട്, ഞാനത് സിമ്പിൾ ആക്കി പറയുന്നത്, കുറച്ച് ഒത്തിരി സയന്റിഫിക് ആയിട്ട് സയൻസ് പഠിക്കാത്ത, നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് അത് കിട്ടുകയില്ല. നമ്മൾ ഒരു ഉരുളച്ചോറ് അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ പീസ് എടുത്ത് വായിലിട്ട് ചവച്ചു. ആ സമയത്ത് അമൈലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു. ഇത് നമ്മൾ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അന്നനാളത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വയറിനകത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്രൈൻഡിങ് പ്രോസസ്സ് നടക്കും. പാൻക്രിയാസ് എല്ലാവരും അതിൻ്റെ ജ്യൂസുകളെല്ലാം നമ്മുടെ ആ ഫുഡിനോട് വന്ന് മിക്സ് ചെയ്യും. ആഗീരണം ചെയ്യുമ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലഡിനകത്തേക്ക് ഷുഗറിന്റെ ലെവൽ അങ്ങോട്ട് കൂടും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിയുന്ന ഉടനെ ഷുഗർ ലെവൽ പതുക്കെ 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 കൂടി തുടങ്ങുന്നത്. ആരുടെയെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഈ പറയുന്ന സാധനങ്ങള് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന മാറ്റമാണ് വരുന്നത്. ഇനിയിപ്പൊ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലിനിക്കൽ ടെസ്റ്റ്, അതായത് മധുസന്യം രസം ഉണ്ടാക്കി അത് 5, അതായത് ഓരോ പ്രാവശ്യവും ഓരോ പേഷ്യൻസിനെ വെച്ചുകൊണ്ട് ഇത് ട്രയൽ നടത്തിയിട്ട് റിസൾട്ട് കിട്ടിയതാണ്. അതായത് 30 ദിവസം കഴിയുമ്പോൾ എന്ത് റിസൾട്ട് വന്നു? ആദ്യം കാണിക്കുന്നത് HbA1c. HbA1c എന്ന് പറയുന്നത് 3 മാസത്തിലെ ഒരു ശരാശരി ഷുഗർ ലെവലാണ് HbA1c. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഷുഗർ ലെവലിലേ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 3 മാസം കൊണ്ട് 3 മാസത്തിൽ നമ്മുടെ ഷുഗറിന്റെ ആവറേജ് ലെവൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി HbA1cയുടെ ടെസ്റ്റ് ചെയ്യുമ്പം ഇത് 5നും 7നും ഇടയ്ക്കാണെങ്കിൽ ഏകദേശം നോർമൽ തന്നെയാണ്. 7 വരെ കുഴപ്പമില്ല. 7ന് കുറച്ചുകൂടെ താഴെ നിൽക്കുന്നതാണ് ബെസ്റ്റ്, നമ്മൾ ആ ബോർഡറിൽ കിടക്കുന്നതിനെക്കാട്ടി. 7 തൊട്ട് 8 ആണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്. 8ന് മുകളിലാണെങ്കിൽ നമ്മൾ ശരിക്കും ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് അർത്ഥം. അപ്പൊ ആ HbA1c നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തെ ഒരു ആവറേജ് നമുക്ക് കിട്ടും. ഇത് പല ആൾക്കാരിൽ നടത്തിയ ടെസ്റ്റ് വെച്ചത് 30 ദിവസം, 60 ദിവസം, 90 ദിവസത്തില് വന്നേക്കുന്ന മാറ്റം, ആദ്യം ഫാസ്റ്റിംഗ് ഷുഗറിൽ, പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാറുണ്ടല്ലോ, ഇത് രണ്ടും അതിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു ചാർട്ടിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മധുസന്യം രസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് പല എഫക്റ്റ് ഉണ്ട്, അതിലൊന്ന് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്, അതായത് ഈ ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതിനകത്ത് കണ്ടുപിടിച്ചത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്ന് പലരും ചിന്തിക്കും. ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഷുഗർ ഉണ്ടെങ്കിൽ ആ ഷുഗറിന്റെ ലെവലിനെ ബോഡിയിൽ എത്രയാണോ ഒരു നോർമൽ ലെവൽ വേണ്ട അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് അവയവമാണ് പാൻക്രിയാസ്, അല്ലെങ്കിൽ പാൻക്രിയാസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ. നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. പാൻക്രിയാസ് നന്നായിട്ട് ഇരുന്നാൽ മാത്രമേ ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്. അത് പറയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നാലേ ഈ മധുസന്യം രസിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 2 തരത്തിലുള്ള ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്താന്ന് ചോദിച്ചാൽ ജന്മന, അതായത് ചില കുട്ടികൾ ജനിക്കുമ്പോഴേ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അവരുടെ ശരീരത്തിൽ പൊതുവെ കുറവായിരിക്കും. അതായത് അവരുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കുറവായിരിക്കും. അപ്പൊ ഈ ഡയബറ്റീസ് ആരില കൂടുതൽ കാണുന്നത്? കൊച്ചു കുട്ടികളില്, ചെറുപ്പക്കാരിലുമാണ് കാണുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മോനെ ഡെലിവറി ചെയ്ത സമയത്ത് അതേ ഏജിലുള്ള ഒരു കുട്ടി
ജനിച്ചപ്പോഴേ ഡയബറ്റീസ് ആയിരുന്നു. ആ കുഞ്ഞ് സ്കൂളിൽ വളർന്നു വരുന്ന ഏജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടായി കണ്ടാൽ കഴിക്കാൻ തോന്നും. ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ വന്നാൽ ആ ക്ലാസ്സിൽ മാത്രം മുട്ടായി കൊടുക്കാതിരിക്കും. എന്ന് വെച്ചാൽ ഇതിന് മുട്ടായി ഇഷ്ടമാ, കരയാ കുഞ്ഞ്, കൊച്ചു കുട്ടിയാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ജന്മന ഉള്ളതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് പറയുന്നത്. അതിനുശേഷം ഒരു പ്രായം കഴിഞ്ഞ് 30, 35, 40 വയസ്സ് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഡയബറ്റീസ് വരുന്നതെങ്കിൽ അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇനി ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്ന് പറയാം. ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമുള്ള ഷുഗർ, നമ്മൾ ചപ്പാത്തി കഴിച്ചോ, ചോറ് കഴിച്ചാൽ ഷുഗർ കൂടുകയുള്ളൂ, ചപ്പാത്തി കഴിച്ചാൽ കൂടില്ല എന്ന് പറയാൻ പറ്റില്ല. ചപ്പാത്തി കഴിച്ചാലും അതിനകത്ത് ഷുഗർ ഉണ്ട്. അപ്പൊ ഈ എന്ത് കഴിച്ചാലും ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വായിലിട്ട് ചവച്ച് ഇത് ഇറങ്ങി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് ഡൈജഷൻ നടന്ന് ഇത് ആഗീരണം ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഉള്ള ഗ്ലൂക്കോസ് ബ്ലഡിലേക്കാണ് ആദ്യം വരിക. ബ്ലഡിൽ നിന്നും പോയിട്ട് ഓരോ കോശങ്ങളിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ ഇത് ഓരോ കോശങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ കോശങ്ങള് അതിൻ്റെ എന്നുമുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന മുഴുവനും പണികൾക്ക് വേണ്ടിയിട്ട് ഈ ഷുഗറിനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ എക്സർസൈസ് ചെയ്യണം, നമ്മൾ ജോലി ചെയ്യണം. കഴിച്ചിട്ട് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഷുഗർ വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ പണിയാണ് ഒരു ജനിക്കുമ്പം മുതലേ ഈ പാൻക്രിയാസ് അല്ലെങ്കിൽ ഈ ഇൻസുലിൻ ചെയ്തു തുടങ്ങുന്നത്. ഇനി ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ കോശങ്ങൾ ഷുഗറിനെ സ്വീകരിക്കാത്ത ഒരവസ്ഥ വരും. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മതിയായി, എനിക്കിനി പറ്റില്ല സ്വീകരിക്കാനെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഓരോ കോശങ്ങൾ വരും. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു മുറിക്കകത്ത് നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളൊരു കോശമാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളൊരു കോശമാണ്, പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഇങ്ങനെ, അപ്പം പുറത്തുനിന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടന്ന് ബ്ലഡിലേക്ക് ആ വ്യക്തി കഴിക്കുന്ന, നിങ്ങൾ ഒരു കോശം മാത്രമാണ്, ആ ഒരു കോശമായിട്ട് സങ്കല്പിച്ചാലേ കിട്ടുകയുള്ളൂ. അപ്പം പുറമെ എല്ലാ ആക്ടിവിറ്റീസും കഴിക്കുന്നുണ്ട്, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദഹനം നടക്കുന്നുണ്ട്, ഈ ബ്ലഡിനകത്തൂടെ ഷുഗർ വരുന്നുണ്ട്. ഷുഗർ വന്നിട്ട് ബ്ലഡ് അത് പതുക്കെ ഓരോ കോശത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ആദ്യമൊക്കെ കോശം കുറച്ച് സ്വീകരിക്കും. കുറച്ച് സ്വീകരിച്ച ഒരവസ്ഥയിലേക്ക് എത്തും. ഇനിയും ഇതിനകത്ത് കെട്ടിവെക്കാൻ പറ്റില്ല. ഇനി എനിക്കിത് ഈ കോശത്തിനകത്ത് ഞാനൊരു കോശമാണെങ്കിൽ എനിക്കിനി ഇത് സ്വീകരിക്കാൻ പറ്റില്ല, എനിക്കിത് വെക്കാൻ ഇടയില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോഴേക്കും ഞാനൊരു വോള് ബിൽഡ് ചെയ്യും. ഞാൻ ആ ഡോർ അങ്ങ് അടയ്ക്കും. അതായത് ഞാനൊരു റൂമിൽ ഇരിക്കുകയാണ്, ആ റൂം ഞാനൊരു കോശമാണ്. ഇത് വന്ന് ഡോറിന്റെ അവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കും. അപ്പൊ ഇൻസുലിൻ ധാരാളം എൻ്റെ ബോഡിയിലുണ്ട്, പക്ഷെ എനിക്ക് ഈ കോശത്തിലേക്ക് ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഇനി ഇടയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ബ്ലഡിൽ തന്നെ ആ ഷുഗർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പൊ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന് എന്താണ് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചു, ആ കഴിച്ചതിൽ നിന്നും ബ്ലഡ് ഇതിനെ അബ്സോർബ് ചെയ്തു, ഡോറിന്റെ അവിടം വരെ കൊണ്ടുവന്നു. കോശം പറഞ്ഞു ഇനി എനിക്ക് ഇടയില്ല ഇവിടെ കൊണ്ട് ഗ്ലൂക്കോസ് വെക്കാൻ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഞാൻ സ്വീകരിക്കില്ല. അപ്പം കോശത്തിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതിനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ്. ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ 12 ഇൻഗ്രീഡിയൻസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫുഡ് വായിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇത് ദഹനം നടക്കുന്ന അവിടെ വെച്ച് തന്നെ കുറേശ്ശെ ഇതിനെ ഇതിന്റെ എൻസൈമിന്റെ ആ ഒരു ആക്ടിവിറ്റിയെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യും. അവിടുന്ന് ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ കോശത്തിനകത്ത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഷുഗർ ലെവൽ താഴാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഒത്തിരി ഹെവി ലോഡ് വരുമ്പോഴാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് ആഗിരണം ചെയ്ത് വിടുന്ന സാധനത്തിനെ പതുക്കെ ആ ലോഡിനെ ഒന്ന് കുറയ്ക്കും. വായിൽ ഫുഡ് ഇടുമ്പോൾ തന്നെ ഇത് മധുസന്യം രസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കൺട്രോൾ ചെയ്ത് അവിടെ നിന്നും ഇതിന്റെ ദഹനത്തിനെ ഒന്ന് കുറച്ച് ബ്ലോക്ക് ചെയ്ത് ആ എൻസൈംസിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വിടും. അപ്പോൾ എന്നും 5 മോളിക്യൂൾ അങ്ങോട്ട് ഡൈജസ്റ്റ് 5 ഷുഗറിനെ ഇങ്ങോട്ട് തള്ളി വിടുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പൊ 2നെ വിടത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ബ്ലഡിനകത്തെ ഷുഗറിന്റെ ലെവല് പതുക്കെ കുറഞ്ഞു നിൽക്കും. കോശങ്ങളുടെ അകത്തെ ഷുഗർ തീർന്നു പോകുന്ന അനുസരിച്ച് പതുക്കെ ഡോറ് തുറന്നൊന്ന് സ്വീകരിക്കാൻ തുടങ്ങും. അപ്പൊ നോക്കുമ്പോൾ 2 എണ്ണമേ വന്നിട്ടുള്ളൂ, 2നെ സ്വീകരിക്കാം.
ഹെവി ലോഡ് അല്ല വരുന്നത്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൺട്രോളാണ്. അപ്പം ഫാസ്റ്റിംഗ് ഷുഗർ, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസിന്, അപ്പൊ ഇത് കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പം നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക, 30 ml എടുക്കുക, ചെറു ചൂടുവെള്ളത്തിൽ ഇത് ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം. 2 തവണയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരു ദിവസം 2 തവണ ഉപയോഗിക്കാം. എപ്പോഴും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം, എന്നാലേ ആ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള ഷുഗറിനെ പെട്ടെന്ന് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മധുസന്യം രസ് പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ 2 ഗാമ ഒറൈസിനോൾ, ഒരെണ്ണം രാവിലെ ഒരെണ്ണം വൈകിട്ട് കഴിക്കണം. അപ്പൊ അത് ഇതിന്റെ വർക്കിനെ കുറച്ചുകൂടെ ഊർജപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇത് ഗാമ ഒറൈസിനോൾ ഇതിനോടൊപ്പം കഴിക്കണം. ഇനി ഇത് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മധുസന്യം രസ് 30 മില്ലി ചെറുചൂടുവെള്ളത്തിൽ അത് കുടിച്ചു, ഗാമ ഒറൈസിനോൾ കഴിക്കണം, എക്സർസൈസ് ചെയ്യണം. എക്സർസൈസ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സർസൈസ് ചെയ്താലേ ആ കോശങ്ങൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റി ഊർജം ശരീരത്തിന് കൊടുത്തുകൊണ്ട് അതിനകത്തെ ഗ്ലൂക്കോസ് കുറഞ്ഞു വരുള്ളൂ. അപ്പോഴാണ് ഡോറ് തുറന്ന്, എനിക്ക് ഓൾറെഡി 100 ഗ്ലൂക്കോസ് എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, ഞാനൊരു കോശമാണെങ്കിൽ 100 ഗ്ലൂക്കോസ് മോളിക്യൂൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ഇനിയും സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ ഡോർ അടച്ചിട്ടേക്കാണ്. ഞാൻ ജോലി ചെയ്ത് എക്സർസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ 100 എന്നുള്ളത് പതുക്കെ കുറയും. ആദ്യം 5 എണ്ണം കുറഞ്ഞു, 95 പിന്നെ 90, പിന്നെ 80. ഇത് പതുക്കെ കുറഞ്ഞു വരുന്നതനുസരിച്ച് പതുക്കെ എൻ്റെ ഡോറ് തുറക്കും. എന്താന്ന് വെച്ചാൽ അവിടെ വന്ന് നിൽക്കുന്ന ഗ്ലൂക്കോസിനെ പിന്നെ അകത്തേക്ക് സ്വീകരിക്കാം. അപ്പൊ ബ്ലഡിലാണ് അത് വന്ന് നിൽക്കുന്നത്. അവിടുന്ന് മധുസന്യം രസം അവിടുന്ന് ചെയ്തേക്കുന്നത് 5 എണ്ണത്തിനെ നേരത്തെ വിട്ടോണ്ടിരുന്നതിനെ ഇപ്പം 2 എണ്ണത്തിനെ വിടുന്നുള്ളൂ. അപ്പം വലിയ തിരക്കില്ല ഡോറ് തുറന്നാലും. അപ്പൊ പതുക്കെ ഇതിനെ സ്വീകരിക്കും. ഈ ഗാമ ഒറൈസിനോളും കൂടെ കൂട്ടത്തിൽ കഴിക്കുക, എക്സർസൈസ് ചെയ്യുക. അപ്പൊ ഇതെന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്ന മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യണം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ക്ലൈമറ്റ് മാറുകയാണ്, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ വെള്ളത്തിന്റെ ഇൻടേക്ക് കൂട്ടുക. ഉറക്കം നന്നായിട്ട് കിട്ടണം. ഉറക്കമില്ല എങ്കിൽ അത് നമ്മുടെ ബോഡിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. റിവേഴ്സ് എഫക്റ്റ് ആണ് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം ഒരു മെഷീൻ എന്ന പോലെ രാവിലെ തൊട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ഇതിന് ചെയ്യാനുള്ള എല്ലാ ജോലികളും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മൾ അതിന് ഭാരം കൊടുത്ത് അതിന് കൺട്രോൾ ഇല്ലാണ്ടാകുമ്പോഴാണ് അത് മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. ഇതിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഒരു 6 മണിക്കൂർ ഉറക്കം ഉറപ്പായിട്ടും കിട്ടണം. 6 to 8 hours സ്ലീപ്പ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓരോ ബോഡിയുടെ ഓരോ പാർട്ടിനും ആ ഒരു റെസ്റ്റിംഗ് പീരിയഡ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന ടൈം കറക്റ്റ് ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം 8 മണിക്ക് മുന്നേ കഴിഞ്ഞിരിക്കണം. ഉച്ചക്കലത്തെ ഭക്ഷണം മാക്സിമം 1 o'clock. വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു, പിന്നെ ഇടയ്ക്ക് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 11 മണിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കഴിക്കേണ്ട ആവശ്യമാണ്. ഷുഗർ ലെവൽ ചിലപ്പം മെഡിസിൻ കഴിക്കുന്നതും മറ്റു കാര്യങ്ങളും കഴിക്കുന്നതുകൊണ്ട് ഡൗൺ ആയി പോകാം. പിന്നെ വൈകിട്ട് 4 മണിക്ക് വൈകിട്ടത്തെ ഡിന്നർ കഴിക്കുന്നത് മാക്സിമം 7:30 മുമ്പ്, 8 മുമ്പ് എന്തായാലും ഡിന്നർ കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി ഹാബിറ്റാണ് ഡയബറ്റീസ് നല്ല ഏത് രോഗത്തിനും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് തരില്ല, എല്ലാം ആകെ കൂടെ താറുമാറാകും. ഇനി ഹെൽത്തി ഹാബിറ്റ്സ്, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന രീതി എങ്ങനെയാണ്? ഈ പിരമിഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ പിരമിഡ് വരച്ചതിന് പ്രത്യേകതയുണ്ട് അല്ലേ?
ആ പിരമിഡിന്റെ ഏറ്റവും താഴത്തെ പാർട്ട് വീതി കൂടിയതാണ്, അതിന്റെ മേളില് കുറച്ചുകൂടെ കുറഞ്ഞ്. അപ്പൊ ഇതാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഡയബറ്റീസിന് മാത്രമല്ല ഏതൊരു ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. കുട്ടികളൊക്കെ ഇത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനെ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു പിരമിഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ചെറിയ ചെറിയ മീൽസ് റെഗുലർ ഇന്റർവെല്ല് ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങ് കഴിച്ചു. സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ്, രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല, ഉച്ചക്കലത്തെ കഴിക്കില്ല, ജോലി തിരക്ക് ജോലിയാണ് എന്ന് പറഞ്ഞ് ഉച്ചക്കലത്തെ ഭക്ഷണം ഒഴിവാക്കും. വൈകുന്നേരം ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ പറയും മൂക്കറ്റം കഴിച്ചു എന്ന് പറയും. ഇഷ്ടം പോലെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കും, കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. ഏറ്റവും തെറ്റായിട്ടുള്ള രീതിയാണ്. സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണ്. മണിക്കൂറുകളുടെ റെസ്റ്റുകൾക്ക് ശേഷം ശരീരം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒന്നുമില്ലാത്ത എല്ലാം കഴിഞ്ഞ റെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കോശങ്ങൾക്കെല്ലാം ഫുഡ് കൊടുക്കേണ്ട സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡിന്നർ സ്കിപ്പ് ചെയ്താലും ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ചെറിയ ചെറിയ മീൽസ്, അതായത് രാവിലെ കഴിച്ചു, 11 മണിക്ക് കഴിച്ചു, 1 മണിക്ക് കഴിച്ചു, 4 മണിക്ക് കഴിച്ചു, 7:30-ക്ക് കഴിച്ചു. ഇതാണ് ചെറിയ ചെറിയ റെഗുലർ ഇന്റർവെൽസിൽ കഴിക്കുക. ഇനി ഷുഗർ അവോയ്ഡ് ചെയ്യണം. നമ്മൾ പറയാറുണ്ട് പഞ്ചസാര, ഡയറക്റ്റ് ഷുഗർ കഴിയുന്നതും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പല സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിട്ടിരിക്കും. പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്ത്, നമുക്ക് തന്നെ RCMൽ ഇഷ്ടം പോലെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട്. പൾസസ് ആയിക്കോട്ടെ, ക്വിൻവ ആയിക്കോട്ടെ, ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അത് കൂടാതെ വെജിറ്റബിൾസ്, അതൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് പറയുമ്പോഴും അതിനകത്ത് മിനറൽസും വൈറ്റമിൻസും അത്യാവശ്യമാണ്. അത് ഷുഗർ കൺട്രോളിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, യോഗ ചെയ്യുക. ഒരു 30 മിനിറ്റ് എങ്കിലും ഡെയിലി നടക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. യോഗ ഇൻക്ലൂഡ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള എക്സർസൈസസ്, ഹെവി ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ എപ്പോഴും നമ്മുടെ കപിൽ കപൂർ സാറ് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റെയർ കേസ് കയറുക. എമർജൻസിയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ എലിവേറ്റർ കയറും, എന്നാലും സ്റ്റെയർ കേസ് സ്റ്റെപ്സ് കയറുന്നത് നല്ലതാണ്. ഒരുപാട് സമയം ഒരേ സ്ഥലത്ത് ഇരിക്കരുത്. അത് TC സാറിന്റെ ഗുരുകുൽ സെഷനിൽ സാർ പറയുന്ന ഒരു കാര്യമാണ്. ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റൊന്ന് നടന്നേച്ച് പിന്നെ വന്നിരുന്നാൽ മതി, എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും. ഇതെല്ലാം പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് മധുസന്യം രസ് 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ്. ഇത് ഒരാൾക്കുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് 30 മില്ലി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ, ഒത്തിരി ചൂടാവണ്ട, ചെറു ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കരുത്. എന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഏതൊരു സാധനത്തിനകത്തെയും വൈറ്റമിൻസ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, അതിന്റെ ഗുണം ഒരുപാട് വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കലക്കിയിട്ട് നമുക്ക് അത് കുടിക്കാവുന്നതാണ്. പിന്നെ ഇത് 2 തവണയാണ് കുടിക്കേണ്ടത്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. പിന്നെ എക്സർസൈസ് അത്യാവശ്യമാണ്. അപ്പൊ ഇത് അതായത് ഷുഗർ ഉള്ളവർക്ക് മാത്രമേ പറ്റുമോ? അങ്ങനല്ല. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, ദഹനത്തിനെ നന്നാക്കും. അപ്പൊ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശരിക്കും ബോഡിയിൽ ഫൈബർ കണ്ടന്റിനെ ശരിക്കും കൂട്ടുന്ന ഒരു കോമ്പണന്റ് കൂടെയാണ്. പിന്നെ പാൻക്രിയാസിന്റെ സെൽസിനെ, അതായത് പാൻക്രിയാസിന്റെ കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു എഫക്ടിവിറ്റി, അതിനെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാൻ കൂടി ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനും കൂടെ മധുസന്യം രസിനുണ്ട്. പിന്നെ ഇതിന്റെ MRP എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ MRP 531 DP 428, PV 255. ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഫുൾ ആയുർവേദത്തിലെ പല കാര്യങ്ങൾ, ഇത് എന്താ പറയുക, RCM ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി അതിനകത്ത് ഏതാണ് ഓരോന്നിനകത്തെ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് മനസ്സിലാക്കി
അത് ചേർത്ത് ഉണ്ടാക്കിയ ഒരു രസാണ് മധുസന്യം രസ്. അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ടേസ്റ്റിലല്ല കാര്യം എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. മിക്കവാറും എപ്പോഴും ഡോക്ടർ രാജൻ സാറൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഗുണവും ഗുണമാണ് നോക്കേണ്ടത്, മണവും ടേസ്റ്റും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഒരു സാധനം കഴിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അധികം താമസിക്കാതെ ഒരു 3 മാസം ഇത് ഉപയോഗിച്ച് തുടങ്ങിയവര് ഒരു 3 മാസത്തെ റിസൾട്ടിന് ശേഷം അവർക്ക് പറയാൻ സാധിക്കും ഇത് ഏത് ഒരു തരത്തിലുള്ള ഫുഡ്, അതായത് ഈ ഒരു രസ് എന്തൊക്കെയാണ് ഒരു എഫക്റ്റ് തരുന്നതെന്നുള്ളത്. അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഇത് ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കുറെ അധികം കാര്യങ്ങൾ, ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ തവണ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് കരുതിയാണ്. അപ്പം ഷുഗർ ഉള്ളവർ മാത്രമല്ല, ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർ, നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് അറിയാം ഇനി ഡയബറ്റീസ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോന്ന്. ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കാരണമൊന്നുമില്ല. ഇത് ഈ ഒരു ബോഡി ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇൻസുലിന് റെസിസ്റ്റൻസ് കാണിച്ചു തുടങ്ങുമ്പോൾ ഒരു ഭിത്തി ക്രിയേറ്റ്, ഒരു വോള് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ സ്വീകരിക്കില്ല, ഓരോ കോശം തീരുമാനിക്കുകയാണ് ഞാൻ ഇനി എൻ്റെ അടുത്ത് എനിക്ക് ഷുഗർ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് കിടപ്പുണ്ട്, ഇനി സ്വീകരിക്കാൻ റെഡിയല്ല എന്ന് കാണിക്കുന്ന നിമിഷം മുതൽ ആള് ഡയബറ്റിക് ആകും. ഡയബറ്റീസ് വരുന്നത് ഒരു സുപ്രഭാതം പെട്ടെന്നുണ്ടാകുന്ന സംഭവമല്ല. കുറേ കാലങ്ങൾ ഇത് ശരീരം ഇത് സ്വീകരിക്കാൻ, നമ്മൾ പറയുമല്ലോ കുറേ കഴിയുമ്പോൾ മടുത്തുന്ന്, ഒരു കോശം ഗ്ലൂക്കോസിനെ സ്വീകരിച്ച് മടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇനി ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. എല്ലാവരും ഇത് ഉപയോഗിച്ചാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണെന്നുള്ളത് കിട്ടി. ശരീരത്തിന് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ പ്രതിരോധ ശക്തി കൂട്ടി വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. രോഗങ്ങളും വൈറസുകളും ബാക്ടീരിയകളും പുതിയ പുതിയ സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാം, അപ്പം ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നു. ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടി ഷുഗർ ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള എഫക്റ്റ് കിട്ടും. പിന്നെ നന്നായിട്ട് ദഹനം നടക്കും. ഭക്ഷണത്തിന് മുമ്പാണ് നിങ്ങൾ ഇത് കഴിക്കുന്നത് അല്ലേ? അപ്പൊ കഴിക്കുമ്പോഴേക്കും നന്നായിട്ട് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട ഒരു സാധനമാണ്. എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി ഡീപ്പായിട്ട് പോയിട്ടില്ല, സയന്റിഫിക് ആയിട്ട് പോയിട്ടില്ല, സിമ്പിൾ ആക്കിയാണ് പറയാൻ ശ്രമിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം എൻ്റെ ലീഡർ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രോഡക്റ്റ് ഇന്ന് ഞാൻ എടുത്തുപോയി. അപ്പോൾ സാറ് എന്തായാലും ഒത്തിരി സന്തോഷം സാറേ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM.